അതേപോലെ തന്നെ പുരുഷന്മാര്, നമ്മളെല്ലാവരും വീട്ടിലെത്തിയാൽ കഴിവിന്റെ പരമാവധി വീട്ടുജോലികളിൽ ഏർപ്പെടുന്നത് വിനയമാണ്. തങ്ങളെ വിനയം കണ്ടോ? വലം യകുൻ യന്തഖിമു ലിനഫ്സിഹി ഖത്തു. ഒരിക്കലും ഒരാളോടും സ്വന്തത്തിന് വേണ്ടി പ്രതികരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഭാര്യ അലക്കിയിട്ടുണ്ട്, അലക്കിയത് ഉണങ്ങാൻ വൈകിട്ടുണ്ട്, ചൂടായി പോകരുത്. അലക്കിയത് ഇസ്തിരിയിടാൻ സമയം കിട്ടിയിട്ടില്ല, ചൂടായി പോകരുത്. നമ്മൾ സഹകരിച്ചു കൊടുക്കണം. തങ്ങൾക്ക് സ്വന്തത്തിന് കിട്ടാത്ത ഒരു വിഷയത്തിലും ഒരാളോടും ഒരിക്കൽ പോലും പ്രതികാരം വീട്ടിയിട്ടില്ല. സ്വന്തം ഒരാവശ്യം നടക്കാത്തതിന്റെ പേരിൽ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരാളോടും നീ എങ്ങനെ ചെയ്തു തരാതിരുന്നത് എന്ന് തങ്ങൾ ചോദിച്ചിട്ടില്ല. അതവിടുത്തെ വല്ലാത്ത വിനയമാണ്. അവിടുന്ന് ചെരുപ്പ് തുന്നുമായിരുന്നു. എന്തൊരു വിനയമാണ്! ചെരുപ്പ് തുന്നുകയോ? ചെരുപ്പ് തുന്നുക, അതേ, സൂചിയും നൂലും വെച്ച് ചെരുപ്പ് തുന്നുക. അത് അങ്ങാടിയിൽ കൊണ്ടുപോകലല്ല, തങ്ങൾ സ്വന്തം കൈകൊണ്ട് തുന്നുകയാണ്. വസ്ത്രത്തിന്റെ ഭാഗത്ത് ഓട്ട വന്നത് മറ്റൊരു വസ്ത്രത്തിന്റെ കഷ്ണം വെച്ചിട്ട് തങ്ങളത് തുന്നിപ്പിടിപ്പിക്കുമായിരുന്നു. വീട്ടുകാർക്ക് വേണ്ടി ആടിനെ കറന്നു കൊടുക്കുമായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ കറന്നു കൊടുത്ത് പാല് കൊടുക്കുക പുരക്കാർക്ക്. 9 വീട്ടിലേക്കും പാല് കറന്നു കൊടുക്കുക. അതെന്തൊരു സന്തോഷമാണ്! ഇത് നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയാല് എല്ലാത്തിനും മൂപ്പത്തിയരെ ഉണ്ടാകുള്ളൂ. മൂപ്പരാക്ക് അവിടെ അങ്ങനെ ചോറായിട്ട് അവിടെ അങ്ങനെ ഉണ്ട്. നമ്മളതിലൊക്കെ കുറച്ച് മുൻപന്തിയില്, നമുക്ക് കുറച്ച് വിനയം നല്ലോണം വേണം ഈ സഹകരിക്കുന്നതില്. വയാലിഫുൽ ബഈറ, ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കുമായിരുന്നു. പുല്ല് കൊണ്ടുവന്നിട്ട്, പുല്ല് വിലക്ക് വാങ്ങിയിട്ടും അരിഞ്ഞുകൊണ്ട് വന്നിട്ടും ഒട്ടകത്തിന് തീറ്റ കൊടുക്കാണ്. വയഅകുലു മൽ ഖാദിമീ, ഖിദ്മത്തെടുക്കുന്ന സ്വഹാബിയോടൊപ്പം തങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. വീട്ടുജോലിക്ക് വന്ന വേലക്കാരനുണ്ടോ? പറമ്പിൽ ജോലിക്ക് വന്ന ആളുണ്ടോ? നമ്മളും അയാളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. എന്തിനാണെന്നറിയോ? അയാളെ മനസ്സിന് നല്ല സന്തോഷം കിട്ടാനാണ് നമ്മളോട് അയാളൊപ്പം ഭക്ഷണം കഴിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ലേ മഹാന്മാരായ സാദാത്തുക്കൾ പഠിപ്പിച്ചത്? ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. മൗലിദ് കഴിഞ്ഞാൽ അവസാനത്തെ റൗണ്ടിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുക. ആ റൗണ്ടിൽ ആരാണ്ടാകുക? ഭക്ഷണം കൊടുത്തവര്, ഭക്ഷണം ഉണ്ടാക്കിയവര്, അവരൊക്കെ കൂടി അതിന് കാത്തിരിക്കല. ഒരാൾക്കാർ മത്സരിക്കലാണ്. കാരണം തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ചാൻസ് കിട്ടില്ലേ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഖിദ്മത്തിൽ അവിടെ കൂടും. എല്ലാരും ഭക്ഷണം കഴിച്ച് എന്നാ വരീന്ന് പറയും. അപ്പൊ ഇവര് ഒരു 10, 25, 30 ആളുകളുണ്ടാവും. അവരോടൊപ്പം തങ്ങൾ ഭക്ഷണം കഴിക്കും. അത് നേരെ എത്ര ആയാലും അത് വലിയ ഒരു സന്തോഷം. മുത്തഅല്ലിമീങ്ങൾ വന്ന മുത്തഅല്ലിമീങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമയം കാത്തു കഴിയും. മന്ദിരായ ഉസ്താദ് അവർകളും അങ്ങനെ തന്നെ. അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. മുത്തഅല്ലിമീങ്ങൾ വന്നോന്ന് ചോദിക്കും. ചിലപ്പോ ഉച്ചക്കെപ്പോയോ ഭക്ഷണം കഴിച്ചതായിരിക്കും. പ്രായത്രയില് മുത്തഅല്ലിമീങ്ങൾ വന്നോ? അവര് വരാനായി. പിന്നെ ചിലപ്പോ 10 മിനിറ്റ് ചോദിക്കുക, ഇനി എത്തിയില്ലേ? അതാ എത്തി. എന്നാ വേഗം ഭക്ഷണം എടുത്തിട്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കാം. വിനയം കുറവുള്ള ആൾക്കാർ മുലറ്റിക്ക് ചോറെടുത്ത് വേഗം വിട്ടാല് നമുക്ക് പിന്നെ കഴിക്കാം. അതല്ല വിനയം. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, അതാണ് വിനയം. വീട്ടിൽ വന്ന ലൈഫിന്റെ കൂടെ ഭക്ഷണം കഴിക്കുക നല്ല വിനയമാണ്. അതിഥിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ ബർക്കത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തങ്ങളും ഒപ്പം ഭക്ഷണം കഴിക്കും. കാരണം ആ അതിഥിയോടുള്ള ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സദസ്സിൽ തന്നെ വലിയ ബർക്കത്തുണ്ട്. അതൊരു വിനയമാണ്. അതിഥിയോടൊപ്പം ഭക്ഷണം കഴിക്കുക. അത് ചെറിയ അതിഥിയാണെങ്കിലും വലിയ അതിഥിയാണെങ്കിലും ഒക്കെ നമ്മൾ അതിന് നേരം കാണണം. വീട്ടിലേക്കൊരു കൂട്ടുകാരൻ വന്നു. അപ്പൊ അയാൾക്ക് സന്തോഷം, ഏറ്റവും വലിയ സന്തോഷം എന്താ? നമ്മളെ കൂട്ടുകാരനല്ലേ, നമ്മൾ അയാളോടുകൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കൊടുക്കുന്നതാണ് വലിയ സന്തോഷം. അപ്പൊ നല്ല റാഹത്തോടെ ഭക്ഷണം കഴിക്കും. നിങ്ങൾ എന്റെ കൂടെ ഇരുന്നോണ്ടേ എനിക്ക് ഭക്ഷണം എത്ര കഴിച്ചതെന്ന് അറിഞ്ഞില്ല, ഞാൻ നല്ല സന്തോഷത്തോടെ കഴിച്ചു. അപ്പൊ നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, ഭക്ഷണം നല്ല റാഹത്തോടെ നിങ്ങൾ കഴിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം. നമ്മളും ആ കൂടെ ഇരുന്ന് കൊടുക്കുമ്പോ ആ ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരിയുടെ മനസ്സിന് വലിയ സന്തോഷമാണ്. അവരെ ഒറ്റക്കിരുത്താതെ, ചിലപ്പം പെങ്ങന്മാരെ കുട്ടികള്, പെങ്ങന്മാര് മറ്റൊക്കെ സൽക്കാരത്തിന് വരും, അല്ലെങ്കിൽ വിരുന്നിന് വരും. ഭക്ഷണം കഴിക്കാൻ നേരത്താകുമ്പോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കണം. അത് വലിയ സന്തോഷമാണ്.
എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പോ ഭാര്യ മക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക വലിയ ബറക്കത്താണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എപ്പോഴെങ്കിലൊക്കെ നേരം കിട്ടിയാൽ അതിന് ഉപയോഗപ്പെടുത്തും. എന്നാ ഭക്ഷണം കഴിക്കൊണ്ട് റെഡിയല്ലേ? എല്ലാവരും ഒരുമിച്ചൊരു മേശക്ക് ചുറ്റും ഭക്ഷണം കഴിച്ചാൽ എത്ര വലിയ ബർക്കത്താന്നറിയോ? ഭക്ഷണം എത്ര ഉണ്ടായിട്ടും തികയാത്ത സ്വഹാബത്ത് പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയി കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാ തികയാത്ത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും, അപ്പൊ ഫുള്ള് തികയും. അങ്ങനെ ഒരുമിച്ചിരുന്ന് സ്വഹാബത്ത് ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ ഭക്ഷണം ബാക്കി. മറ്റേത് ഓരോരുത്തർ കഴിക്കുമ്പോൾ ഭക്ഷണം തികയുന്നില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വിട്ടുപിരിഞ്ഞ് ഓരോരുത്തരും സ്വന്തം കഴിച്ചിട്ടാണ്, നിങ്ങൾ ഒരുമിച്ച് കഴിച്ചു നോക്കൂ, അള്ളാഹു അതിൽ വലിയ ബർക്കത്ത് തരും. അങ്ങനെ ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാപ്പ ഭക്ഷണം കഴിക്കുന്നത്, ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നത് ഭാര്യക്ക് കാണാം, രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് മക്കൾക്ക് പകർത്താം. കുട്ടി ഭക്ഷണം കഴിക്കുമ്പോ മോനെ എങ്ങനെ നോക്ക്, അമ്മ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്, ബാപ്പ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്, വല്യപ്പ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്, വല്യമ്മ ഭക്ഷണം കഴിക്കുന്നത് നോക്ക്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയിട്ട് അവർ പഠിക്കുന്ന പാഠമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പാഠം. അതുകൊണ്ടല്ലേ മക്കള് നിസ്കാരം പഠിക്കുന്ന എവിടുന്ന? ബാപ്പാന്റെ ഉമ്മാന്റെ കൂടെ നിന്നിട്ടാണ്. നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മ കുട്ടി വന്നിങ്ങനെ നിൽക്കുമ്പോ ഒന്ന് വലത്തോടത്തും തിരിഞ്ഞു നോക്കിയാൽ ആ കുട്ടി എല്ലാ നിസ്കാരത്തിനും തിരിഞ്ഞു നോക്കും. അതുകൊണ്ടാണ് ഈ 8 പൊട്ടും തിരിയാത്ത 2-3 വയസ്സായ കുട്ടികളൊക്കെ വന്ന് ആണ് കൈയിട്ടു. ചിലപ്പോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, കൈയിട്ടു. കൈ കെട്ടിയിട്ട് ഉമ്മ റുക്കു പോകുമ്പോ കുട്ടി ഇങ്ങനെ പോയി നിൽക്കും. ഇത് റുക്കു കുട്ടിക്കറിയോ? പിന്നെ കൈ ഉയർത്തുമ്പോ കുട്ടി നോക്കും, ഇപ്പൊ എന്തേ ആയത്, ഇപ്പൊ എങ്ങനെ എണീറ്റല്ലോ, അതിന്റെ ഇടക്കൊന്നും കണ്ടില്ലല്ലോ. പിന്നെ അടുത്ത റക്കാത്തിൽ കുട്ടി നോക്കുകയാണ്, അപ്പൊ കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്. അപ്പൊ കുട്ടി ഉയർത്തി. വയസ്സ് 2 വയസ്സ് 3 വയസ്സേ ആയിട്ടുള്ളൂ. സുജൂദ് പോയപ്പോ സുജൂദിലും അങ്ങനെ പോയി. സുജൂദിൽ എങ്ങനെ ഉമ്മ വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു കുട്ടി നെറ്റി തിരിച്ചു നോക്കുകയാണ്. അപ്പൊ ഉമ്മ നെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട്, നെറ്റി ഒരേ രൂപത്തിലാണ് വെക്കുന്നത്. അപ്പൊ പിന്നെ കുട്ടിക്ക് അത് കൂടുതൽ സഹിക്കൂലല്ലോ, കാരണം ആയിട്ടില്ലല്ലോ. അപ്പൊ കുട്ടി കുറച്ചു നേരം വെക്കുക. അത്തഹിയ്യാത്തിലിരിക്കുന്ന ഉമ്മ വിരലിങ്ങനെ പൊന്തിച്ചപ്പോ കുട്ടി കുറെ നേരം ഈ വിരലിങ്ങനെ മടക്കി ചുറ്റൊക്കെ നോക്കി. എന്നാലും ഈ വിരലിങ്ങനെ തന്നെ ആവും. അങ്ങനെ ആവൂല. അങ്ങനെ കുറെ ഫിലാമാർ അങ്ങനല്ല. ഇത് വിരലിങ്ങനെ ഒരേ ദിശയിലേക്ക് തന്നെ ആ വിരൽ ഇങ്ങനെ വെക്കാനാണ്, ഒരേ കുറച്ച് താഴ്ത്തിയിട്ട് ആ വിരലിങ്ങനെ വെക്കും, അതിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പൊ എങ്ങനായാലും ഈ ഇരുത്തം ഇരുന്നാ പിന്നെ ഈ വിരലിങ്ങനെ പൊക്കണം എന്നുള്ള ആ ഒരു അറിവ് മനസ്സിലാക്കി. അതെങ്ങനെയാണെങ്കിലോ അപ്പൊ കുട്ടികൾക്ക് നല്ല ഹരണ്ട, വിരലിങ്ങനെ ഇളകുണ്ടല്ലോ, കുട്ടികളിങ്ങനെ കണക്കാക്ക. അതങ്ങനെ ഒരേ നൃത്തം നിൽക്കുമ്പോ ആ കുട്ടി അത്തയ്യാത്തിൽ ഇരിക്കുമ്പോ ഇരുന്ന ഉടനെ തന്നെ എങ്ങനെയാണ് അതാ പഠിക്കണം. ഈ പഠിക്കാൻ കൂടെ നിന്ന് പഠിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് അവർ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തുന്നത്. കൂടെ ഇരുത്തണം, മക്കളെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോ എത്രയോ കുട്ടികൾ അങ്ങനെ ഓടി വന്ന് കൂടെ ഇരുന്നുണ്ട്. ഒരാളെയും തങ്ങൾ അകറ്റിയില്ല. ഒന്നിനെ അവിടെ ഇരുത്തും, ഒന്നിനെ ഇവിടെ ഇരുത്തും, ഒന്നിനെ മറ്റോടത്തിരുത്തും. നേരെ കുട്ടികളായിരിക്കും ചിലപ്പോൾ. പക്ഷെ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ആ സമയത്ത് പഠിപ്പിക്കും. ചെറുപ്പത്തിൽ തങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ച സ്വഹാബി വലുപ്പത്തിൽ പറയാണ്, ഞാൻ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താണ് തങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ. കുട്ടികൾക്ക് എന്താ സ്വഭാവം ഉണ്ടാകാം? 2 കൈ കൊണ്ട് മരിക്കും. അവർക്കറിയില്ലല്ലോ. അപ്പൊ തങ്ങൾ ആദ്യം പറഞ്ഞു, സമ്മില്ലാ മോനെ, ബിസ്മിയൊല്ല് ബിസ്മിയൊല്ല്. 2 കൈ കൊണ്ട് എടുക്കുമ്പോ തങ്ങൾ പറഞ്ഞു, കുൽബിയമീനിക്ക്, വലത്തെ കൈ കൊണ്ടെടുത്ത് ഭക്ഷിക്കണം. പിന്നെ കുട്ടി അതാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടുത്തതും ഇവിടുത്തെ ഒക്കെ നീന്തി എടുക്കുകയാണ്. കുൽ മിമ്മാ യലീക്ക്, അടുത്തുള്ള പാത്രത്തിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കണം. ഇത് പ്രധാനപ്പെട്ട 3 വശങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ച ആ പഠനം ഇന്നും ഞാൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. പ്രായം കൂടുതലായിട്ട് സ്വഹാബിമാര് പറയുകയാണ്, കാരണം കുട്ടിക്കാലത്ത് അവർക്ക് നൽകിയ സന്ദേശമാണിത്. അപ്പൊ ഖാദിമീങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കും. വൈജാലിസുൽ മസാക്കീൻ, ലോകത്തിന്റെ നേതാവാണ്. മിസ്കീന്മാരോട് കൂടെ തങ്ങൾ ഇരിക്കും, പാവങ്ങളോട് കൂടെ ഇരിക്കും. അവരൊരു പക്ഷേ ധരിക്കാനുള്ള കുപ്പായം അവർക്കുണ്ടാകൂല, തലയിൽ തട്ടമിടാനുണ്ടാകൂല, ഒരു തുണി മാത്രമേ ഉണ്ടാകൂ. എത്രയോ സ്വഹാബത്തിന് അങ്ങനെ കണ്ടവരില്ലേ? ലഖദ് അദ്റക്തു 70 മിന സ്വഹാബ, 70 ചില്ലാനം സ്വഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അവർക്കെല്ലാവർക്കും അതേ തട്ടവും കുപ്പായവും ഒരുമിച്ചുള്ള ആളുകളെ കണ്ടിട്ടില്ല. കുപ്പായത്തിന് പകരം ചിലപ്പോ തട്ടം ഒരുമിച്ചായിരിക്കും.
ചിലർക്കോ ഇസാറ് മാത്രമായിരിക്കും, അരയെടുപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനത്തെ പാവങ്ങളാണ് അവരോടൊപ്പം തങ്ങൾ ഇരിക്കും. ഇരുന്നിട്ട് തങ്ങൾ അവരോട് സംസാരിക്കും. വയംശി മഅൽ അർമലത്തി വല്ലതീം, ആവശ്യങ്ങൾക്ക് വേണ്ടി വിധവകളോടൊപ്പം തങ്ങൾ നടന്നു പോകും. അവരാവശ്യം തങ്ങൾ വീട്ടിൽ കൊടുക്കും. വയബ്ദഉ മൻ ലഖിയഹു ബിസ്സലാം, കാണുന്നവരോട് ആദ്യം സലാം കൊണ്ട് തുടങ്ങും. അത് വിനയമാണ്. ആദ്യം സലാം പറയുന്നവന് വിനയമുണ്ട്. സത്യത്തിൽ നിങ്ങൾ നോക്ക്, സലാം പറയുന്നത് സുന്നത്തും മടക്കുന്നത് നിർബന്ധമല്ലേ? പക്ഷേ കൂലി കൂടുതലുള്ളത് ഏതിനാണ്? സലാം പറയുന്നതിനാണ്, സലാം തുടങ്ങുന്നതിനാണ്. ഇന്ന ഔലന്നാസി മൻ ബദഅഹും ബിസ്സലാം, അള്ളാഹുവിനോട് ഏറ്റവും ബന്ധപ്പെട്ടവര് സലാം തുടങ്ങുന്നവരാരാണോ അവരാണ്. കാരണം അവർക്കാണ് നല്ല വിനയമുള്ളത്. ആദ്യം പറയുന്നവർക്ക് വലിയ വിനയമാണ്. തങ്ങളുടെ സ്വഭാവം എപ്പോഴും അതാണ്. ആര് ക്ഷണിച്ചാലും ക്ഷണത്തിന് തങ്ങൾ ഉത്തരം ചെയ്യുന്നു. വലോ ഇലാ ഐസരി ഷൈഇൻ, അതൊരു ചെറിയ സദ്യയാണെങ്കിലും തങ്ങൾ പോയി കൊടുക്കുന്നു. ഒരു സന്തോഷമുണ്ടാകാൻ. ഇനി അവിടെ ഭക്ഷണം ഒന്നില്ലെങ്കിലും വീട്ടിലേക്ക് വിളിച്ചാൽ തങ്ങളൊന്ന് പോയി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആരോടും അവിടുന്ന് വിനയത്തോടെ സംസാരിക്കും, വിനയത്തോടെ തങ്ങൾ പ്രതികരിക്കും, നല്ല മനസ്സോടെ തങ്ങൾ പ്രതികരിക്കും. ഏതൊരു കാര്യത്തെയും നേരിടുന്നത് റഹ്മത്തോടു കൂടെയാണ്. അവരെ ഭാഗത്ത് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ ഉടനത് പരിഹരിച്ചു കൊടുക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കണ്ടപ്പോൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ തോൽപാത്രം ചുമന്നു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മഹാനവറുകൾ രാജ്യം ഭരിക്കുന്ന അമീറുൽ മുഅ്മിനീനാണ്, രാജ്യത്തെ നേതാവാണ്, ഭരണാധികാരിയാണ്. തോളിൽ വലിയ തോൽപാത്രത്തിൽ വെള്ളമേറ്റി കൊണ്ടുപോകുമ്പോ ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ലാ യംബഗി ലക ഹാദാ, ഓ നേതാവേ, നിങ്ങൾക്കിത് പറ്റിയ പണിയല്ലല്ലോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ അതാനിൽ വുഫൂദു സാമിഈന മുതിഈന, കുറേ നിവേദക സംഘങ്ങൾ എന്റെ അടുത്ത് വന്നപ്പോ എന്റെ മനസ്സിൽ അവരോടൊപ്പം ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിച്ചപ്പോ എനിക്കൊരു ഉയർച്ച തോന്നിപ്പോയി. അങ്ങനെ ഒരു ഉയർച്ച എനിക്ക് വരാൻ പാടില്ലല്ലോ. അത് പൊട്ടിച്ച് കളയാൻ വേണ്ടി കുറച്ച് വെള്ളയേറ്റി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിനയം നോക്ക് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, നബി തങ്ങളുടെ പേരക്കുട്ടിയാണ്. എന്താണ് അവരെ വിനയം? കുട്ടികൾ ഇരിക്കുന്ന ഒരു സദസ്സാണ്. അതോടുകൂടെ ആ സദസ്സിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ അവരെ ഓരോരുത്തരുടെയും കയ്യിൽ റൊട്ടി കഷ്ണങ്ങളാണുള്ളത്. മഹാനവറുകളെ വിളിച്ചു. മഹാനവറുകൾ വാഹനത്തിൽ സഞ്ചരിക്കാണ്. കുട്ടികളല്ലേ വിളിച്ചത് എന്ന് കരുതിയിട്ട് പരിഗണിക്കാതിരുന്നോ? ഇല്ല. വാഹനത്തിൽ നിന്നിറങ്ങി അവരൊരു റൊട്ടി കഷ്ണം കൊടുത്തു. അത് കൂട്ടത്തിലിരുന്ന് ഭക്ഷിച്ചു. ഈ കഷ്ണം തിന്നാനാ ഞാൻ വന്ന് ചോദിച്ചില്ല. നിങ്ങളിപ്പോ ഒരു റൊട്ടിന്റെ കഷ്ണം തരാനാ എന്നെ വിളിച്ചത്? അതല്ല. അവരെന്താണോ അവിടെ ഭക്ഷിക്കുന്ന റൊട്ടി കഷ്ണല്ലേ, അത് തൃപ്തിപ്പെട്ട് ആ കുട്ടികളോടുകൂടെ ഭക്ഷണം കഴിച്ചു. മഹാനവറുകൾ പറഞ്ഞു, അത് വലിയ സന്തോഷം. ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടല്ല, വേറെയും കിട്ടും. പക്ഷെ കുട്ടികൾ അങ്ങനെ വരി എന്നാണ് സൽക്കരിച്ചു. അവരൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കും. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ കുട്ടികൾക്ക് ഒന്ന് സൽക്കരിക്കണം തോന്നി. മഹാനവറുകൾ വാഹനത്തിൽ നിന്നിറങ്ങി. എന്താ സൽക്കരിക്കാൻ കിട്ടിയത്? ഒരു റൊട്ടിന്റെ കഷ്ണം. അതേക്കോട്ടെ, ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടാത്തോണ്ടൊന്നല്ല, കുട്ടികളോടൊപ്പം അവര് സദ്യക്ക് ക്ഷണിച്ചപ്പോ ഒന്ന് കൂടെ നിന്ന് കൊടുത്ത് ഭക്ഷണം കഴിച്ചു. അത് വല്ലാത്ത വിനയമാണ്. അതേ രൂപത്തിൽ തന്നെ ഏറ്റവും വലിയ വിനയമാണ് മഹാന്മാർ പഠിപ്പിച്ചു. ഒരാള് നിന്നോട് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം ചെയ്തു, എന്നിട്ട് അയാൾ കാരണം ബോധിപ്പിച്ച് നിന്റെ അടുത്തേക്ക് വന്നു. എന്താണ് വിനയം? അയാളെ കാരണം നീ സ്വീകരിക്കണം. സത്യത്തിൽ അത് ഹക്കാകട്ടെ ബാത്തിലാകട്ടെ, അയാൾ കാരണം ബോധിപ്പിക്കാണ്. നിനക്കറിയൂല അയാൾ പറഞ്ഞ സത്യാണോ അല്ലേ. അയാൾ വന്ന് പറഞ്ഞു നിന്നോട് കുറ്റബോധം ഏറ്റു പറയുകയാണ്. അവിടെ വിനയം എന്താണെന്നറിയോ? സ്വീകരിച്ച് മാപ്പ് കൊടുക്കലാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നുണ്ട് അയാൾ കുറ്റക്കാരനാണ്, എന്നാലും നിന്റെ വിനയം എന്താണ്? മാപ്പ് കൊടുക്കലാണ്.
രഹസ്യം അല്ലാഹുവിലേക്ക് വിടണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത വിനയം അങ്ങനെയല്ലേ? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത മുനാഫിക്കുകൾ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നിരുന്നപ്പോ മുനാഫിക്കുകൾ ഓരോരുത്തർ ഇങ്ങനെ വരികയാണ്. എന്നിട്ടിങ്ങനെ പറയാം, നബിയെ ഭാര്യക്ക് സുഖല്ലേ? എന്നാ ശരി പോയിക്കോ, ഒട്ടകം പ്രസവിക്കാന് ഉമ്മാന്റെ സമ്മതം നേർക്ക് കിട്ടാത്തോണ്ട് വരാമെന്ന. സത്യത്തിൽ ഈ പറഞ്ഞതൊക്കെ കളവാ. പക്ഷേ അവരങ്ങനെ ഒരു കാരണം പറഞ്ഞല്ലോ എന്നോട്. ഇനി ഞാനത് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട, അത് മതി. എന്നാ ശരി പോയിക്കോ. അവരെ രഹസ്യങ്ങൾ അള്ളാഹുവിലേക്ക് വിടാം. അവര് ഈ പറഞ്ഞത് മതി. അതങ്ങനെ സ്വീകരിച്ചു. ഓരോ രഹസ്യങ്ങൾ അള്ളാഹുവിലേക്ക് വിട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ വന്നിട്ട് സത്യം ചെയ്തിട്ട് അവർ ഇങ്ങനെ പൊള്ളു പറഞ്ഞപ്പോ അള്ളാഹു തആല പുറത്താക്കി. അള്ളാഹു ആ രഹസ്യം പുറത്തു വിട്ടു. കാരണം ഈ കളവ് അവരോട് പറഞ്ഞു സാധാ ആളോടല്ല. ആരോടാണ് അവർ കളവ് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. തങ്ങളത് പറഞ്ഞു, എടുത്തു പറഞ്ഞു. യതദിറൂന ഇലൈക്കും ഇദാ റജഅതും ഇലൈഹിം ഖുൽ ലാ തഅതദിറൂ ലൻ നുഅ്മിന ലക്കും വഖദ് നബ്ബഅന അല്ലാഹു ബിഅഖ്ബാരിക്കും. നബിയേ, തങ്ങൾ മടങ്ങി വന്നാൽ അവർ ഇനിയും കാരണം പറയും. ഇനി അവർ കാരണം പറയാൻ വരുമ്പോ തങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങൾ കാരണം ഒന്നും പറയണ്ട, നിങ്ങളെ വിശ്വസിക്കൂല. കാരണം നിങ്ങൾ ഇതുവരെ പറഞ്ഞത് അത്ര വലിയ കളവാണ്. തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് നുണ പറയും. അള്ളാഹു പറഞ്ഞു, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. തൃപ്തിപ്പെടുത്താൻ ഏറ്റവും ബന്ധപ്പെട്ടത് അള്ളാഹും റസൂലുമാണ്. മുഅ്മിനീങ്ങളെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ നടന്നിട്ട് സത്യം ചെയ്തിട്ട് കള്ളം പറയും, സത്യം ചെയ്തിട്ട് നുണ പറയും. എന്തിന്? അവരെ സ്വീകാര്യത കിട്ടാൻ വേണ്ടി. അവരെ സ്വീകാര്യതയല്ലല്ലോ വലിയ സ്വീകാര്യത, അവരെ പൊരുത്തമല്ലല്ലോ വലിയ പൊരുത്തം. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ്. എന്നാലും സഹോദരങ്ങളെ, കാരണം ബോധിപ്പിക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ ഏറ്റവും വലിയ മാന്യത, ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ വിനയം അത് സ്വീകരിക്കലാണ്. പറയുന്നത് നേരാവട്ടെ നേരാവാതിരിക്കട്ടെ. തബൂക്ക് യുദ്ധത്തിൽ പിന്തിയ ആളുകൾ ഒന്നും രണ്ടുമല്ല, 80 ചില്ലാനം ആളുകൾ അങ്ങനെ വന്ന് കാരണം ബോധിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ തങ്ങൾ സ്വീകരിച്ച് വിട്ടതാണ്. ശരി ശരി എന്ന് പറഞ്ഞു. അവരങ്ങ് വിട്ടതാണ്, അവരെ ഒഴിവാക്കി വിട്ടു. ഒരാളെയും അന്വേഷിക്കാനോ ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ച് ചോദിക്കാനോ തങ്ങൾ പുറപ്പെട്ടില്ല. വലിയ വിനയമുണ്ടോ? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും, അത് വലിയ വിനയമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും, സയ്യിദന്മാരെ ബഹുമാനിക്കും. ഇത് ഇന്നലെയും ലോകത്ത് വന്നതല്ല. വലിയ പണ്ഡിതന്മാരെ ബഹുമാനിക്കും. പണ്ഡിതന്മാരെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനാണ് സ്വഹാബിമാരിൽ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എല്ലാ സ്വഹാബിമാരും ബഹുമാനിക്കുന്ന മഹാനാണ്. എന്താ കാരണം എന്നറിയോ? ഒരു വഹി വന്നാൽ നബി തങ്ങൾ നേരെ വിളിക്കുന്ന ഒരു വിളിയാണ് സയ്യിദേ എന്നുള്ള വിളി. വഹി എഴുതി വെക്കാൻ വേണ്ടി. അത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനുള്ള ഒരു മേൽവിലാസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖുർആന്റെ ആദ്യത്തെ ക്രോഡീകരണം നടക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സയ്യിദ് അവർകളോട് പറഞ്ഞു, സയ്യിദേ നിങ്ങൾ എന്നെ പോലെയല്ല. സിദ്ദീഖ് നിങ്ങൾ പറയാം, നിങ്ങൾ എന്നെ പോലെയല്ല, വലിയ ഭാഗ്യവാനാണ്. കാരണം ഇന്നക കാത്തിബുൽ വഹി, നിങ്ങൾ വഹി എഴുതി വെക്കുന്ന ആളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓതി തരുന്ന ഖുർആനിന്റെ സൂക്തങ്ങൾ എഴുതി വെക്കാൻ ഭാഗ്യം കിട്ടിയ ആളാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഒന്ന് ക്രോഡീകരിക്കണം. ആ അഭിപ്രായം പറഞ്ഞപ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മല പൊക്കിക്കൊണ്ടുവരാൻ നിങ്ങൾ പറഞ്ഞാൽ ഇതിനേക്കാളും എളുപ്പം അതാണ്. ഖുർആൻ ക്രോഡീകരണം എത്ര വലിയ വിഷയമാണ്. അതിന് ഭാഗ്യം കിട്ടിയ മഹാനാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ചില്ലറ മഹാനല്ല. ആ മഹാനുഭാവൻ അതാ വരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പാന്റെ സഹോദരന്റെ മോനല്ലേ, അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനല്ലേ, നബി തങ്ങളെ കുടുംബത്തിൽ വലിയ പരിഗണനയുള്ള കുടുംബമല്ലേ. ആ കുടുംബത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ അടുത്ത് വന്നപ്പോ അതേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ പോയി. ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മിന്റെ മോനായ ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങൾ എന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കണ്ട, ഇത് ഞാൻ പിടിച്ചോളും. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ മറുപടി, ഹക്കദാ ഉമിർനാ അൻ നഫഅല ബിഉലമാഇനാ, ഞങ്ങൾ
നിങ്ങൾ സയ്യിദന്മാരാണെങ്കിലും പണ്ഡിതന്മാരെ ബഹുമാനിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പനയുണ്ട്. ആ കൽപ്പന കൊണ്ടാണ് നിങ്ങളെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു തരുന്നത്. ഉടനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ പിടിക്കാൻ വന്ന ഇബ്നു അബ്ബാസ് തങ്ങളെ കയ്യങ്ങ് പിടിച്ചു. ഫഖബ്ബലഹാ, കയ്യങ്ങ് ചുംബിച്ചിട്ട് പറഞ്ഞു, ഹാക്കദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ കുടുംബത്തെ കിട്ടിയാൽ അവരെ കൈ ചുംബിക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ സാധാരണ ആൾക്കാരല്ല. കണ്ടില്ലേ, നിങ്ങൾ രണ്ടു ഭാഗത്തും നിറഞ്ഞ വിനയം. ഇതൊരു വിനയമാണ്, ഇൽമുള്ളവർക്ക് കിട്ടുന്ന വലിയ വിനയമാണ്. സുബ്ഹാനല്ലാഹ്, ഭരണാധികാരികൾക്കൊക്കെ എന്തൊരു വിനയമാണ് കിട്ടിയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന ഭരിച്ചിട്ടില്ലേ? ആ അബൂ ഹുറൈറ തങ്ങളന്ന് മദീന ഭരിക്കുമ്പോ പലപ്പോഴും കാണാം ചുമലിൽ വിറക് കെട്ടിയേറ്റി പോകുന്നത് കാണാം. അമീറുൽ മുഅ്മിനീനാണ്, പക്ഷേ ജീവിക്കാൻ ഹലാലായ വഴിയും പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരു മാർഗമായിട്ടും വിറക് കെട്ടി ഏറ്റിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ്. ഇത് ചെറിയ വിനയമല്ല, വലിയ വിനയമാണ്. ഭൂമുഖത്തിൽ വിനയത്തോടെ ജീവിക്കണം. ആ വിനയം കാണിക്കേണ്ടതുപോലെ കാണിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ മൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവരെ ഉയർത്തും. അതുകൊണ്ടല്ലേ പാവപ്പെട്ട ആളായിരുന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ മഹാനവറുകളെ വിനയം കൊണ്ട് അല്ലാഹു തആല വലിയ ഉയർത്തിപ്പോയി, വല്ലാതെ സ്ഥാനം കൊടുത്തുപോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞില്ലേ, സൽമാനു മിന്നാ, സൽമാൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആള് എന്ന് എടുത്ത് പറഞ്ഞത് കൊണ്ട് അഹ്ലു ബൈത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട മെമ്പർ അല്ലെങ്കിലും പെട്ട ആളുടെ ഒരു സ്ഥാനം സൽമാനുൽ ഫാരിസി തങ്ങൾക്കുണ്ട്. സയ്യിദന്മാരെ കൂട്ടത്തിൽ പെട്ടിട്ടില്ലെങ്കിലും സൽമാൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിനയം കൊണ്ട് മഹാനവറുകൾ അല്ലാഹു ഉയർത്തി. അതേകൊണ്ട് നല്ല സ്ഥാനമാനങ്ങളും ബഹുമാനമൊക്കെ ഉള്ള, നല്ല സ്ഥാനവും ഉയർച്ചയൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ കിബർ അങ്ങോട്ട് കൂടിയപ്പോൾ അല്ലാഹു തആല പറ്റ താഴ്ത്തി. അതാണ് അബൂലഹബ് എന്ന് പറഞ്ഞ ആള്. ആളെ പറ്റ താഴ്ത്തി, കിബർ കൂടിപ്പോയപ്പോ. വിനയം കൂടിയപ്പോ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഉയർത്തി. മഹാനവറുകൾ ജീവിതത്തിന്റെ അവസാന ഘട്ടം മദായിനിലെ ഭരണാധികാരിയായി നിൽക്കുന്ന സമയത്ത് ഷാമിൽപ്പെട്ട ഒരാള് വലിയ ഒരു ചോട് ഏറ്റിട്ട് വന്നിട്ട് പറഞ്ഞു, വൈക്കോലുണ്ട, സാധാ ഉണ്ടല്ല, വൈക്കോലിനുണ്ട, വലിയ ഉണ്ടല്ലേ, അത് ഏറ്റിയ ആളിങ്ങനെ വരുമ്പോ പറഞ്ഞു, സൽമാൻ ഫാരിസി തങ്ങളെ കണ്ടപ്പോ ഇതൊന്ന് ഏറ്റിയിട്ട് നിങ്ങൾ എന്റെ വീട് വരെ എത്തിച്ചേരുമെന്ന് വെച്ചു. ഭരണാധികാരിയോട് ചോദിക്കുന്നത്, ഭരണാധികാരികൾക്കൊക്കെ ഉള്ള വിനയം നോക്ക് നിങ്ങൾ. രാജ്യം ഭരിക്കുന്ന വലിയ ഭരണാധികാരിയാണ്, മദായിനിലെ അമീറാണ് മഹാനവറുകൾ, ഒരുപാട് പട്ടണങ്ങളുടെ അമീറാണ്. ആ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വേഗം ആ ചുമടങ്ങ് ഏറ്റി. എന്നിട്ട് മഹാനവറുകൾ അങ്ങ് നടന്നു പോകുന്നു. അപ്പൊ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്തായപ്പോ ആളുകൾ പറയാൻ തുടങ്ങി, ജാ അൽ അമീറു, ജാ അൽ അമീർ, അതാ ഭരണാധികാരി വരുന്നു, ഭരണാധികാരി വരുന്നു. അപ്പോഴാണ് കൂടെ ഇത് ഏറ്റിക്കാൻ വന്ന ആൾക്ക് മനസ്സിലായത്, ഞാൻ ഈ കെട്ടിയേറ്റാൻ പറഞ്ഞ് ഭരണാധികാരിയോടായി പോയല്ലോ. വേഗം പോയിട്ട് പറഞ്ഞു, നിങ്ങളത് എന്റെ തോളിലേക്ക് തന്നെ വെക്കണം. സൽമാൻ ഫാരിസി തങ്ങൾ പറഞ്ഞു, ലാ തുറുക്കുഹു, ഞാനിത് ഒഴിവാക്കൂല, ഹത്താ അബ്ലുഗ ബിഹി മൻസിലക, നിങ്ങളെ വീട്ടിലെത്തിച്ചു തരുന്നത് വരെ ഞാനിത് ഒഴിവാക്കൂല. ജനങ്ങൾ ആരെങ്കിലും പറയാനോ പറയുമ്പോ നിർത്താനോ വേണ്ടി ഏറ്റിയതല്ല ഞാൻ, നിങ്ങൾക്കൊരു സഹായം എന്ന നിലക്കാണ് ഞാനത് തോളിലേക്ക് വെച്ചത്. അത് ഞാൻ അമീറാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ട ഒരു വിനയമാണ്. വീട്ടിലെത്തുന്നത് വരെ അത് ചുമന്നു കൊടുത്തുപോയി. കഷ്ടപ്പെടുന്ന ആളുകളെ കാണും അവർക്കൊരു സഹായം ചെയ്യുക വിനയമാണ്. ചിലർക്ക് ചില സാധനങ്ങളൊന്നും വഹിച്ചു കൊണ്ടുവരാൻ കഴിയൂല, അപ്പൊ നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക.
ചിലർക്ക് വാഹനത്തിലേക്ക് അങ്ങ് എടുത്തു വെക്കാൻ കഴിയൂല, ആ സഹായം ചെയ്തു കൊടുക്കുക വിനയമാണ്. അതിനൊരു കൂലിയും സ്വീകരിക്കാതെ ഏറ്റെടുക്കുക വലിയ സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ കണ്ടില്ലേ, അതേ ഉസ്താദുമാരുടെ കിതാബുകളും ആവശ്യ വസ്തുക്കളും അവിടുന്ന് അവരെ ലഗേജൊക്കെ വെട്ടി കുറച്ച് ഇവിടെ കൊണ്ടുവന്നു കൊടുക്കും. ഒരു കാശും വാങ്ങാതെ വലിയൊരു സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ കിതാബ് കൊണ്ടുവന്നവരും അങ്ങനെ സഹായിച്ചവരും വിവിധ ആളുകളുണ്ട്. അല്ലാഹുവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മളൊരു കാശും കൊടുത്തിട്ടല്ല, അത് അവിടുന്ന് ഇന്ന ഉസ്താദിന് കൊടുക്കാനുള്ളതാണ്. എന്നാ ഒരു 10-15 കിലോ നമ്മളെ ലഗേജ് കുറച്ചേക്ക് പിന്നെ കൊണ്ടുപോകാം. അവരെ വീട്ടിലേക്കുള്ള ആവശ്യ വസ്തുക്കളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഈ കിതാബ് വേഗം കൊണ്ടെത്തിക്കോട്ടെ, അത് ആ ഉസ്താദിന് ഉപകാരപ്പെട്ടുള്ളൂ. അത് ഇൽമല്ല, അതിന് മുന്തിക്കാന്ന് കരുതിയിട്ട് അവരെ ലഗേജിന്റെ പകുതി ഇത് സ്വീകരിച്ച് ഇവിടെ എത്തിക്കാം. അത് വല്ലാത്ത വിനയമാണ്. ഇൽമിനോടും ഉലമാഇനോടുമുള്ള വല്ലാത്തൊരു വിനയമാണ്. കാരണം ഇഷ്ടം പോലെ ഒരു 10-30 കിലോനെ ആകെ പറ്റുള്ളൂ. പിന്നെ കൂടി തർക്കിച്ചാലൊക്കെ കൂടി ഒപ്പിച്ച് ഒരു 40 എത്തും. എന്നാലും കഴിവിന്റെ പരമാവധി കൊണ്ടുവരാണ്ടാകും പലതും. കുടുംബം തന്നെ കുറെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കേണ്ടി വരൂലേ. അപ്പൊ അതൊക്കെ കൂടി കൊണ്ടുവരുമ്പോ എത്ര കനം തൂങ്ങും. അതിൽ നിന്ന് എടുത്തു മാറ്റി കിതാബും കിട്ടുന്ന സ്ഥാനം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അത് വല്ലാത്തൊരു വിനയമാണ്. ഒന്നും കൊടുത്തിട്ടല്ല, ദീനിനെ സഹായിക്കാനാണ്. ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ വിനയം സ്വീകരിക്കേണ്ടതുണ്ട്. ഇൽമുള്ള ആളുകൾക്ക് നല്ല വിനയം വേണം. കണ്ടില്ലേ നിങ്ങൾ മഹാന്മാര് പറഞ്ഞത്, റസാനത്തുൽ ഇൽമി മൻ കാനതു സഖീലുഹു യംശി ബിഹാ ഖാലിയൻ മിഖ്ദാറ അത്ഖാലി. അതേ ഇൽമിന്റെ പഴം കനം തൂങ്ങുന്ന മനുഷ്യൻ, ഇൽമിന്റെ ഫലങ്ങൾ കനം തൂങ്ങുന്ന മനുഷ്യൻ വിനയത്തോടെ അതും കൊണ്ട് നടക്കുന്നു. ഒരാൾക്കും ശല്യം ചെയ്യാൻ അയാളില്ല. ശല്യക്കാരായി ആരെങ്കിലും വന്നാലോ മാപ്പ് കൊടുത്തു പോകും. അവര് നന്നാകണമെന്ന് ചിന്തിക്കും. കണ്ടില്ലേ മരക്കൊമ്പുകളൊക്കെ പഴം തൂങ്ങുമ്പോ മരക്കൊമ്പുകൾ തായോട്ട് ഇങ്ങനെ തൂങ്ങുന്നത്. മരക്കൊമ്പ് മേലോട്ടല്ലല്ലോ പൊന്തി നിൽക്കല്, പഴം ഉണ്ടെങ്കിൽ തായോട്ട് ഇങ്ങനെ തൂങ്ങൂലേ. ആ മരങ്ങൾ പിന്നെയും പിന്നെയും കനത്തിനനുസരിച്ച് തായോട്ട് തൂങ്ങൂലേ. ഇതുപോലെ നല്ല ഇൽമുള്ള ആലിമാണോ തലക്കനമില്ലാതെ വിനയത്തോടെ ജനങ്ങളെ സ്വീകരിക്കും. അതേ ജനങ്ങൾക്ക് വിനയത്തോടെ സ്വഭാവം ചെയ്യും. എന്നിട്ട് പറയുന്നു, അറിവ് കൊണ്ടോ തറവാട് കൊണ്ടോ ആർക്കെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ, ഉയർച്ച കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും നല്ല സിഫത്ത് ലഹു തവാളുഉ മിൻഹാ അഹ്സനു സിഫതി, ഏറ്റവും അവനുണ്ടാകേണ്ട ഗുണം അത് വിനയമാണ്, തവാളുആണ്. അവനിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. ഏറ്റവും വലിയ തറവാട്ടുകാരൻ ആരാണ് ലോകത്ത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളിൽ ഏറ്റവും വലിയ തറവാടുള്ള മഹാൻ. പക്ഷേ തങ്ങളെപ്പോലെ വിനയമുള്ളത് ആരാണ്? ഏത് സംഗതികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും തങ്ങളെ വിനയം നോക്ക് നിങ്ങൾ. വല്ലാത്ത തവാളു അല്ലേ? ആ തവാളു കണ്ടിട്ട്, ആ ഒരു വിനയം കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു പോയില്ലേ? വലിയ വലിയ നേതാക്കന്മാരുടെ സംഘങ്ങളൊക്കെ, നിവേദക സംഘങ്ങളൊക്കെ മദീനയിൽ വരുമ്പോ ലോകം മുഴുക്കയും അംഗീകരിക്കുന്ന നേതാവിന്റെ വിനയം കാണുമ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഓരോ സന്ദർഭങ്ങളിലും തങ്ങൾ പാലിക്കുന്ന വിനയത്തിന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയെടുക്കേണ്ടത് അതാണ്. എന്നിട്ട് മഹാനവറുകൾ ഉദാഹരണം പറയുന്നു, അമാതറാ അഞ്ജുമൻ ഫീ ദാഖിലിൽ ഗുദൂരി തഹുല്ലു ലൈസ ലഹാ മിൻ ദാക മിൻ ലഅതി. കണ്ടില്ലേ നക്ഷത്രങ്ങള്? വെള്ളത്തിന്റെ താഴേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? ചന്ദ്രൻ കണ്ടില്ലേ വെള്ളത്തിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നത്? എന്തൊരു വിനയമാണത്! അത് അവിടെയുള്ള ആ രൂപം തന്നെ താഴോട്ട് നോക്കിയാ നമ്മൾ കാണുന്നില്ലേ കിണറ്റില്? എത്രയോ മുകളിലുള്ളതിന്റെ ചിത്രമല്ലേ താഴെ കാണുന്നത്. അതുകൊണ്ട് വല്ല കുറവും ചന്ദ്രന് പറ്റിയിട്ടുണ്ടോ? നക്ഷത്രത്തിന് വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേ നല്ല വിനയം കാണിക്കാൻ കഴിയണം.